ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് പറാട്ടയാണ്. അതിന് വേണ്ടിയിട്ട് 3 കപ്പ് ഗോതമ്പ് മാവ് ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു മുട്ടയും ഇത് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും വേണം. വെള്ളം ഞാനിവിടെ പച്ചവെള്ളം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് എണ്ണയും വേണം. ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ഇവിടെ നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി ഈ ഗോതമ്പ് മാവിലേക്ക് നമുക്ക് ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. കൈകൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് എല്ലാ സ്ഥലത്തും മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട വെള്ളം കുറേശ്ശെ ഒഴിച്ച് ചപ്പാത്തിയുടെ പരുവത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇത് കുഴച്ചെടുക്കുമ്പോൾ നല്ല ശക്തിയായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇതിലേക്കിനി 2-3 ഡ്രോപ്പ് എണ്ണ ഒഴിച്ചിട്ട് ലാസ്റ്റ് ഇതൊന്ന് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട, 2-3 ഡ്രോപ്സ് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇതിവിടെ നന്നായിട്ട് ഞാനിവിടെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണിത് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇത് ഈ പാത്രം മൂടിയിട്ട് അരമണിക്കൂർ ഇത് മാറ്റി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് നമ്മളിത് പരത്തി എഗ് പറാട്ട ഉണ്ടാക്കുന്നത്. ഈ പറാട്ടയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഈ വെജിറ്റബിൾസ് ഒക്കെ ഞാനിവിടെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ ഒരു സവാള ചെറുതാണ് ഞാൻ എടുത്തിരിക്കുന്നത്, പിന്നെ ഒരു ബെൽ പെപ്പർ, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില. ഇതിൽ പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇതിൽ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാൻ വേണ്ടി ഞാനിവിടെ ചെദ്ദാർ ചീസാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് ഇത് നന്നായിട്ടൊന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂട്ടിയിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പറാട്ടയ്ക്കുള്ള മാവ് പരത്തിയെടുക്കാം. ഇതിവിടെ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി അടപ്പൊന്ന് മാറ്റിയിട്ട് ഈ മാവ് ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഈ ഒരു സൈസിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. മാവെല്ലാം ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. ടേബിൾ കൗണ്ടർ നന്നായിട്ട് തുടച്ച ശേഷം ഈ ഉരുട്ടിയ മാവ് നമുക്കിതിലേക്ക് വെച്ചിട്ട് കുറച്ച് ഗോതമ്പ് മാവ് സ്പ്രിങ്കിൾ ചെയ്ത് ഇതൊന്ന് പരത്തിയെടുക്കാം. പരത്താൻ സൗകര്യത്തിനാണ് നമ്മൾ ഗോതമ്പ് മാവ് സ്പ്രിങ്കിൾ ചെയ്യുന്നത്. ഇതിവിടെ നന്നായിട്ട് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. പറാട്ട ചുട്ടെടുക്കാനുള്ള പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാവണം. ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാൻ നന്നായിട്ട് ചൂടാകുമ്പോഴേക്ക് 2-3 ഡ്രോപ്പ് ഓയിലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് പുറത്തേക്ക് നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പരത്തി വെച്ച മാവ് ഇട്ട ഉടൻ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. വീണ്ടും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ബബിൾസ് വന്ന് തുടങ്ങുമ്പോഴേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് 1 സ്പൂൺ ഇതിലേക്ക് സെൻറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സെൻറ്ററിലേക്ക് ഒഴിച്ചിട്ടൊന്ന് പരത്തി കൊടുത്തേക്കണം. ഈ എഡ്ജിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല, സെൻറ്ററിൽ മാത്രം ഒഴിച്ചെടുത്താൽ മതി. ഇനി ഇതിന് പുറത്തേക്ക് ഈ ചെദ്ദാർ ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിടാം. ചീസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചീസ് ഉപയോഗിക്കണം എന്ന് ഇല്ല.
ഇവിടെ കുട്ടികൾക്കൊക്കെ ചീസ് വലിയ ഇഷ്ടമാണ്, അതാണ് ഞാൻ ഇതിന് പുറത്തേക്ക് ചീസ് ഗ്രേറ്റ് ചെയ്തിടുന്നത്. ഇനി ഇത് പതുക്കെ ഈ സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്ത് സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. 4 വശവും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഫോൾഡ് ചെയ്ത ശേഷം നല്ലതുപോലെ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പതുക്കെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട ശേഷം ഇതൊന്ന് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കണം. വീണ്ടും ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഉള്ളിലുള്ള മുട്ട വേകുമെന്ന് നമുക്ക് ഉറപ്പ് വരുന്നത് വരെ ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. എഗ് പൊറോട്ട ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് ഇതുപോലത്തെ ഇരുമ്പിൻ്റെ പാനാണ് നല്ലത്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി വീണ്ടും ഇത് രണ്ടാക്കാം. നമുക്ക് ഒരു പൊറോട്ടയെ നമുക്ക് 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. കഴിക്കുമ്പോൾ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഉൾഭാഗം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. വീണ്ടും ഇത് രണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വീറ്റ് എഗ് പറാട്ട ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പറാട്ടയാണ്. കുട്ടികൾക്ക് ലഞ്ചിനൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.